ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ചും നിങ്ങളൊരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ, നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു 4 സ്ട്രെങ്ത് വ്യായാമങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ മസിൽസിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങൾ. ഞാൻ ഒരുപാട് ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെയും കാട്ടിയൊക്കെ നിങ്ങൾക്ക് ഗുണകരമാകും ഈ സ്ട്രെങ്ത് എക്സസൈസുകൾ. കാരണം നമ്മൾ 40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ മസിൽസിൻ്റെയൊക്കെ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. 50 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെയും കുറഞ്ഞു വരും. 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെങ്ത് എക്സസൈസുകൾ നമ്മുടെ ജീവിതത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതായിരിക്കും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ആ ഒരു 4 വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ ആ ഒരു പ്രായമായ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യവന്മാരായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഏതൊക്കെയാണ് ആ വ്യായാമങ്ങൾ നോക്കാം. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വ്യായാമം എന്ന് പറയുന്നത് സുമോ സ്ക്വാട്ട് എന്ന് പറയുന്ന വ്യായാമമാണ്. നിങ്ങൾക്ക് ഇതേ കണക്കുള്ള ടീപ്പോ ചെയറോ എന്തെങ്കിലും എടുത്തിട്ട് ഇത് നമുക്ക് ഇടാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഈ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ കാലുകൾ ഇതേപോലെ വൈഡാക്കി വെക്കുക. ഓക്കെ, നമ്മൾ ഈ ചെയ്യുന്ന വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകളുടെ നല്ല ആരോഗ്യത്തിന് സഹായിക്കും. ഓക്കെ, നിങ്ങളുടെ തൈ, നിങ്ങളുടെ ഹാംസ്ട്രിങ്, നിങ്ങളുടെ ഗ്ലൂട്ട്സ്, നിങ്ങളുടെ കോർ മസിൽ ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. അതിന് കാലുകൾ നിങ്ങൾ ഇതേപോലെ വൈഡ് ചെയ്തിട്ട് വെക്കുക, ഇതേ കണക്ക്. ഓക്കെ, അതിനുശേഷം 1 2 3 4 ഇതേ കണക്കാണ് നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടത്. സുമോ സ്ക്വാട്ട് എന്ന് പറയുന്ന എക്സസൈസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു വ്യായാമമാണ്. നിങ്ങൾക്കൊരു 10 എണ്ണം വെച്ചിട്ട് നിങ്ങൾക്കൊരു 3 തവണ ആവർത്തിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലോവർ ബാക്ക് ഒക്കെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അതിനകത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, താഴോട്ട് കണക്ക് ബ്രീത്ത് ഔട്ട്. നിങ്ങളെ ചെയറിനകത്ത് നിങ്ങൾക്ക് ഇതേ കണക്ക് ഇരുന്നില്ല എന്ന മറ്റുള്ള ഒരു പൊസിഷൻ. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ്. അപ്പം ഒരു 10 എണ്ണം വെച്ചിട്ട് ഒരു 3 തവണ ആവർത്തിക്കുക. രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് വാൾ പുഷപ്സ് ആണ്. ഓക്കെ, വാൾ പുഷപ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭിത്തിയുടെ സൈഡിലോട്ട് ഇതിനകത്ത് നിൽക്കാം. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് വെക്കുക. നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ ഇതേ കണക്ക് വെക്കാം. ഓക്കെ, ഇതേ ഒരു പൊസിഷനിലായിരിക്കണം. നിങ്ങളുടെ എൽബോ ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആവുന്ന ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ ബാക്കിലോട്ട് മാറുക. ഇത് കണക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതുക്കെ നിങ്ങൾ ഭിത്തിയുടെ സൈഡിലോട്ട് ഇതേ കണക്ക് 1, നിങ്ങളുടെ എൽബോ നല്ല ഇത് കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരണം. കണ്ടില്ലേ, ഇതേ കണക്ക് 2 3 4 5. ഈ ഒരു വ്യായാമം എന്ന് പറയുന്നത് നിങ്ങളുടെ ഷോൾഡർ മസിൽ, അത് കണക്ക് നിങ്ങളുടെ ഈ ട്രൈസെപ്സിന്റെ ഭാഗം, ചെസ്റ്റ് മസിൽസ് എല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന നല്ല ഒരു എക്സസൈസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒന്നും കൂടെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യം ഭിത്തിയിൽ കൈവെക്കുക, ഷോൾഡർ ഈ വിത്ത് ലെവല് ഇതാണ് വെച്ചതിന് ശേഷം നിങ്ങളുടെ എൽബോ സ്ട്രൈറ്റ് ആവുന്ന ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ ബാക്കിലോട്ട് മാറുക. അതിനുശേഷം 1, ഭിത്തിയുടെ സൈഡിലോട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ഇത് കണക്ക് നിങ്ങൾ ചെയ്യുക. ഒരു 10 എണ്ണം വെച്ചിട്ട് 3 തവണ ആവർത്തിക്കുക. അപ്പം മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബൈസെപ്സിന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള വ്യായാമമാണ്. ആ ഒരു മസിൽസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിന് നിങ്ങൾക്ക് ഇത് കണക്ക് ബോട്ടിലിൽ വെള്ളം നിറയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഡമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഇതേ കണക്ക് പിടിക്കുക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് പിടിക്കുക. ബോഡി സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം 1, കണ്ടല്ലോ, ഇതേ കണക്ക് നിങ്ങൾക്ക് ആ ബോട്ടിൽ ഉയർത്താവുന്നതാണ്. സാവധാനം താഴോട്ട് കൊണ്ടുവരിക.
ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട് ചെയ്യുക. മേലോട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു മസിൽസിനെ സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന എക്സസൈസ് ആണിത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ പ്രായമായി വരുന്നതോറും നമ്മുടെ ശരീരത്തിലെ ഫുൾ മസിൽസും ലോസ് ആയി തുടങ്ങും. ശരീരത്തിലെ മസിൽസുകൾ മുഴുവൻ, മൊത്തം മസിൽസും, നമുക്ക് എവിടൊക്കെ മസിൽസുകളുണ്ടോ ആ മസിൽസുകളെല്ലാം തന്നെ പതുക്കെ പതുക്കെ സൈസ് കുറഞ്ഞു തുടങ്ങും, മസിൽ ലോസ് സംഭവിക്കും. അതിനനുസരിച്ച് നമ്മുടെ ബോഡി ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വ്യായാമങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ഇൻ, ഇത് കണക്ക് ചെയ്യുക. ഒരു 10 എണ്ണം വെച്ചിട്ട് 3 തവണ ആവർത്തിക്കുക. ഓക്കെ, അടുത്ത നാലാമത് ലാസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യായാമങ്ങളുണ്ട്. അപ്പം ഞാൻ 4 കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ഷോൾഡറിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ഷോൾഡർ പ്രസ് ആണ് ചെയ്യുന്നത്. അപ്പം ഇതേ കണക്കുള്ള ഒരു പൊസിഷനിലോട്ട് നിങ്ങൾ പിടിക്കുക. ഓക്കെ, ഡമ്പൽ ആണെങ്കിൽ ഡമ്പൽ, ബോട്ടിലാണെങ്കിൽ ബോട്ടിൽ, ഇതേ കണക്ക് പിടിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം പതുക്കെ മുകളിലോട്ട് ഉയർത്തുക ഇതേപോലെ. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് ഉയർത്താം. സാവധാനം താഴോട്ട് കൊണ്ടുവരാം. 2, താഴോട്ട് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. 3, 4, 5. അപ്പം ഇതേ കണക്ക് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഷോൾഡർ മസിൽ, നിങ്ങളുടെ ഈ ഷോൾഡറിന്റെ ഭാഗം നല്ല രീതിയിൽ എൻഗേജ്ഡ് ആവും, നല്ല ആക്ടിവേഷൻ ആവും. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട 4 സ്ട്രെങ്ത് വർക്കൗട്ടുകൾ. ഇനിയും ഒരുപാട് വർക്കൗട്ടുകളുണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെയുള്ള വർക്കൗട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അത് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക, ഇതേ കണക്ക് പിടിക്കുക. ഓക്കെ, അതിനുശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ഇൻ, അപ്പം ഇതേ കണക്ക് ചെയ്യുക. ഒരു 10 എണ്ണം വെച്ചിട്ട് ഒരു 3 പ്രാവശ്യം ആവർത്തിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നിങ്ങൾക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്തനിങ് എക്സസൈസുകൾ. ഓക്കെ.